ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കിൻ്റെതാണ്. വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണിത്. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോകാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ 2 കപ്പ് തണുത്ത പാലെടുത്ത് വെച്ചിട്ടുണ്ട്. മധുരത്തിനാവശ്യമായ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. അതിന് പകരം പഞ്ചസാര ആഡ് ചെയ്താലും മതി. പിന്നെ ഇതിലേക്ക് സ്ട്രോബെറി മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1-2 ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഫ്ലേവറിനനുസരിച്ചിട്ട് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേവിച്ച് വെച്ച ചൗവരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചൗവരിക്ക് പകരം സേമിയ ഉണ്ടെങ്കിൽ അത് വേവിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചൗവരി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് സ്ട്രോബെറി സിറപ്പ് ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതാണ്. ഇത് നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ആപ്പിൾ ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കസ്കസും കൂടി ഇട്ട് കൊടുക്കാം. 10 മിനിറ്റ് മുന്നേ കുതിർത്ത് വെച്ച കസ്കസാണ്. അതും കൂടി ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചും കൂടി ഒരു കളർ കിട്ടാൻ വേണ്ടി ഞാൻ 1 ഡ്രോപ്സും കൂടി സ്ട്രോബെറി സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്ത റെസിപ്പീസൊക്കെ കണ്ടിട്ട് കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്ത് അവർ ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്താൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെ ട്രൈ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ കാണുമ്പോൾ നല്ല ഹാപ്പിയാണ്. ഇതിൽ കുറച്ച് പേരൊക്കെ സെൻഡ് ചെയ്ത ഫോട്ടോസൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. ഈ പിക്ചേഴ്സൊക്കെ ഞാൻ കമ്മ്യൂണിറ്റിയിലും പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.